കനകക്കുന്നിന് മുന്നിലൊക്കെ എത്തിയാൽ ഈ ഒരു സമയത്തൊക്കെ ഓണ സമയത്തൊക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ മറ്റേതോ മനോഹരമായൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. അവിടുന്ന് തിരിച്ചു പോകാനേ തോന്നില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വർണ്ണാഭമാണ് ഇവിടുത്തെ അന്തരീക്ഷം. എനിക്ക് പിന്നിൽ കാണുന്നില്ലേ, എനിക്കിതാ ഇത് കനകക്കുന്നിന് മുന്നിലൂടെയുള്ള റോഡാണ്. ഇവിടെ എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെ നിൽക്കാൻ. നിന്നിട്ടും കൊതി തീരുന്നില്ല, ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. അത്രത്തോളം മനോഹരമാണ് ഈ വീതിയെമ്പാടും. ഇത് ഇങ്ങനെ ഇവിടെ മാത്രമല്ല, ഇതങ്ങ് കിഴക്കേക്കോട്ട വരെ ഓരോ സർക്കാർ കെട്ടിടവും സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗലോകം പോലെ ആണ് തോന്നുക. ആൾക്കാർക്കൊന്നും ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനേ തോന്നുന്നില്ല. കാരണം കുട്ടികളൊക്കെ മൊബൈൽ ഫോണുമായിട്ട് നിന്ന് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുത്തിട്ടും അവർക്ക് മതിയാകുന്നില്ല. ഓണത്തിന്റെ ആഘോഷം കൊട്ടിയിറങ്ങുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങ് പോലെ ഈ നഗരത്തിലേക്ക് അതിഥികളായെത്തിയവർ ഇവരെല്ലാം ഉപചാരം ചൊല്ലി പിരിയുകയാണ്. ഇനിയും കാണാം, നമുക്കിതുപോലെ ഒന്നിച്ചുകൂടി ആനന്ദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പിരിയുകയാണ്. അല്പസമയത്തിന് കനകക്കുന്നിൽ കലാപരിപാടികളുണ്ട്. അതിനെക്കാട്ടും ഒക്കെ രസം ആ കനകക്കുന്നിലെ ഓണം മേള, അതിനുള്ളിലൂടെ നടന്നു പോകാനാണ്. അത് എത്ര നടന്നാലും മതിവരില്ല. ഈ രാത്രി ഇനിയിപ്പോൾ ഇതിങ്ങനെ ജനനിബിഡമായി ഏതാണ്ട് അർദ്ധരാത്രി വരെ തുടരും. 11 മണിയൊക്കെ ആകുമ്പോൾ പോലീസ് ഇടപെട്ടിട്ടാണ് ആൾക്കാരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടിരുന്നത്. കണ്ടില്ലേ, കളർ ബൾബുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ഈ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ. അത് കണ്ടിട്ടും മതിവരാത്തവരാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ.